അസ്സലാമലൈക്കും. സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹിമിനും വേണ്ടിയിട്ട് സഹായിച്ച ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ജനങ്ങൾക്കും നന്ദി പറയാണ്. പ്രത്യേകിച്ചിട്ട് അൽഹംദുലില്ലാ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികൾക്കും, ഇത് വീഡിയോ ഷെയർ ചെയ്തവർക്കും സഹായിച്ചവർക്കും എല്ലാവർക്കും നന്ദി പറയാണ്. അതിൻ്റെ മുൻപന്തിയിലുള്ള ബോബി ചെമ്മണ്ണൂരിന് പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഇദ്ദേഹം ചെയ്തൊരു പ്രവൃത്തി ഉണ്ടല്ലോ, ഒരു 6 ദിവസം മുന്നേ ഈ ആപ്പിലേക്ക്, ഈ അക്കൗണ്ടിലേക്ക് പണം വളരെ സ്ലോവിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു വ്യാഴാഴ്ച നോക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ 19 കോടി, വ്യാഴാഴ്ച രാത്രി 19 കോടി അയക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ച നോക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്ക് നോക്കുന്ന സമയത്ത് 30 കോടി 11 ലക്ഷം അക്കൗണ്ടിൽ എത്തിക്കുന്നത്. അൽഹംദുലില്ലാ 30 കോടി കണ്ടപ്പോൾ, ഇതിൻ്റെ മുന്നേ ഒരു 6-5 ദിവസം മുന്നേ നമുക്കൊരു നെഞ്ഞൊരു പെടപ്പെടപ്പായിരുന്നു, നമുക്ക് ഇത്രയും വലിയ എമൗണ്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ യാചകയാത്ര എന്ന് പറഞ്ഞ് ഇതിൽ മുമ്പോട്ട് വന്ന്, അതിനുശേഷം ഈ വീഡിയോ വളരെ റീച്ചായി, ജനങ്ങൾക്ക് എത്തി, ഫേമസായി. ജനങ്ങൾ ഇതിലേക്ക് എന്താ പറയുക, ഫണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിൽ ഫണ്ട് സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ജനങ്ങൾ ഏറ്റെടുത്ത്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികൾ ഇതിൽ സഹായിച്ചിരിക്കുന്നത്. ഇതിന് മുന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിന് നന്ദി പറയാണ്. താങ്ക് യു സാർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും റീച്ചാവും. ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച 1:30 മണിക്ക് 30 കോടിയിൽ എത്തുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായില്ല. ഇത് ഇത്രയും ദിവസങ്ങൾ നമ്മൾ ആപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇത്ര എമൗണ്ട് ഇത്ര വളരെ സ്ലോവിൽ പോവുകയാണ്, പിന്നെ പോവുകയാണ്, അങ്ങനെ 21 ആയി, 19, 17, 18, 10 അങ്ങനെ വളരെ സ്ലോവിൽ പോവുകയാണ്. ഇത് ഇനി ബാക്കി ഇത്ര 5 ദിവസമുള്ളൂ, അതിനുള്ളിൽ ഇത്ര എമൗണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ ബോബി ചെമ്മണ്ണൂർ ഇതിലേക്കും വേണ്ടി ഇറങ്ങി തിരിച്ച സമയത്ത് ഈ ഫണ്ട് റേസിങ് വളരെ സ്പീഡിൽ മുമ്പോട്ട് പോയി. അത് ഒരു മനുഷ്യൻ, അത് ഇദ്ദേഹത്തിൻ്റെ ജോലിക്കാരനല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടപ്പറപ്പല്ല, ഫാമിലി മെമ്പർ ആരുമല്ല, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ, അത്രയും ഫേമസ് ആയ ഒരു വ്യക്തി ഇറങ്ങി തിരിച്ചപ്പോൾ അത് എന്താ പറയുക, അത്രയും ഫേമസായി, റീച്ച് ജനങ്ങൾക്ക് എത്തി. അതിനുശേഷം ഫണ്ട് വളരെ സ്പീഡപ്പായി, എല്ലാ കാര്യങ്ങളും ഓക്കെ. അദ്ദേഹം 1 കോടി കൊടുത്ത് അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നുണ്ട് ഈ മാസം ലാസ്റ്റ്. അത് ഈ റഹീമിനും വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച റിലീസ് ചെയ്യും ഓൺലൈനായിട്ട്. അത് അതിൽ നിന്ന് കിട്ടുന്ന പണം മൊത്തം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഫേമസ് ആയ ഒരു വ്യക്തി ഇതിലേക്ക് വന്നപ്പോൾ ഇത് ജനങ്ങൾ ഏറ്റെടുത്ത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിനെക്കാട്ടി കൂടുതൽ ഇനി 3 ദിവസം ബാക്കിയുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 30 കോടി എത്തിക്കുന്ന ഈ അക്കൗണ്ടിൽ, ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ. ഇനി അൽഹംദുലില്ലാ ഇന്ന് രാത്രി കൂടിയിട്ട് പണം ഫുള്ളായി എത്തുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ പഠിച്ച വ്യക്തിയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് സഹായിച്ച എല്ലാ വ്യക്തികളും നന്ദി പറയണം, പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂരിന്. കാരണം ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ, ഒരു മനുഷ്യനും വേണ്ടിയിട്ട് മറ്റൊരു മനുഷ്യൻ, ഇത്രയും ഫേമസ് ആയ ഒരു മനുഷ്യൻ ഇതിൻ്റെ മുന്നിൽ ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ അത് ജനങ്ങളെ ഏറ്റെടുത്ത്. ഞങ്ങൾ കരുതി ഇത് ഞങ്ങൾക്കും ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്തില്ല ഞാനും കൊടുക്കണമെന്ന ചിന്ത വന്ന ജനങ്ങൾക്ക്. അപ്പം നമ്മൾ മലയാളികൾ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മലയാളികൾക്കും ഒരുപാട് നന്ദി പറയണം, ലോകത്തിലെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാർക്കും. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മളെ മലയാളികൾ. കാരണം നമ്മളെ മലയാളികൾ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം വന്നാൽ ഒരുമിച്ച് നിൽക്കുമെന്നതിന് തെളിവാണ് ഈ റഹീമിൻ്റെ കേസ്. അതിൽ മുൻപന്തി നിന്ന വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിന് സല്യൂട്ട് കൊടുക്കണം ആദ്യം. കാരണം ഈ 2024 വല്ല ചാരിറ്റി അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബോബി ചെമ്മണ്ണൂരിന് കൊടുക്കണം. കാരണം ഇതുപോലെ സഹായമുള്ള മനുഷ്യർ ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, പാവപ്പെട്ട മനുഷ്യർ. അവർക്ക് ഇതുപോലത്തെ ബോബി ചെമ്മണ്ണുമാർ ഇനിയും മുമ്പോട്ട് വരണം, സഹായിക്കണം. കാരണം സഹായം ആവശ്യമുള്ളവർ കൂടിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മറ്റൊരു മാതൃകയാണോ? കാരണം ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഇമേജ് നോക്കാതെ യാചകയാത്ര എന്നും പറഞ്ഞ് ഒരു മനുഷ്യന് വേണ്ടി മറ്റൊരു മനുഷ്യൻ രംഗത്ത് ഇറങ്ങിയത്, അത് വലിയൊരു മാതൃകാപരമാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്ക് നോക്കുന്ന സമയത്ത് 30 കോടി കണ്ടപ്പോൾ അൽഹംദുലില്ലാ, അതിൻ്റെ മുന്നേ മനസ്സിലൊരു പെടപ്പെടപ്പാണ്, ഇത്രയും വലിയ എമൗണ്ടിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ 1:30 മണിക്ക് ഈ ആപ്പ് നോക്കുന്ന സമയത്ത് 30 കോടി എത്തി എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ സന്തോഷമാണ്. കാരണം ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കാൻ നമ്മളെല്ലാവരും കൂടെ പ്രവർത്തിച്ചിട്ട് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ടിൽ നെഗറ്റീവ് ആയാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇനിയും 3 ദിവസം ബാക്കിയുണ്ട്. അൽഹംദുലില്ലാ ഇത്രയും പെട്ടെന്ന് ഇതിലേക്ക് ഇത്രയും എമൗണ്ട് എത്തിയല്ലോ. അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി ബോബി ചെമ്മണ്ണൂരിന് പ്രത്യേകം നന്ദി പറയാണ്. ഇതുപോലത്തെ ബോബി ചെമ്മണ്ണുമാർ ഇനിയും മുമ്പോട്ട് വരണം, മറ്റുള്ളവർക്ക് മാതൃകയാണ് ഇദ്ദേഹം പ്രവർത്തിച്ച വ്യക്തി. പറയാൻ വാക്കുകളില്ല.
കാരണം സഹായം ആവശ്യമുള്ള ഇനിയും നമ്മൾ ലോകത്തുണ്ട്. അപ്പോൾ ഇദ്ദേഹം കാണിച്ച നല്ലൊരു പ്രവൃത്തിയാണ്. 2024 വല്ല അവാർഡും ഉണ്ടെങ്കിൽ അത് ബോബി ചെമ്മണ്ണൂരിന് കൊടുക്കണം, ചാരിറ്റി അവാർഡ്. കാരണം ഇത് കണ്ടിട്ട് മറ്റുള്ള മനുഷ്യർ ഇതിലേക്ക് വരണം. കാരണം ഇദ്ദേഹം ഇത്രയും ഫേമസ് ആയ വ്യക്തി ഇതിലേക്ക് മുന്നിൽ ഇറങ്ങി പ്രവർത്തിച്ച് ദിവസങ്ങളോളം. ഒരു മനുഷ്യന് വേണ്ടി മറ്റൊരു മനുഷ്യസ്നേഹിയായ മനുഷ്യൻ പ്രവർത്തിച്ച കാര്യത്തിനെ എന്താ പറയുക, അതിനെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ വലിയൊരു അതിലേക്ക് ഇറങ്ങുകയും ചെയ്ത് അത് വളരെ റീച്ചായും ചെയ്ത് ഫേമസ് ആയും ചെയ്ത് അത്ര എമൗണ്ട് കണ്ടെത്തി 30 കോടി എത്തി, 4 കോടിയുള്ളൂ. അൽഹംദുലില്ലാ ഇന്ന് രാത്രിക്കുള്ളിൽ ആ എമൗണ്ട് എത്തുന്നൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റിയൊരു വീഡിയോ ചെയ്യാൻ തോന്നി, ബോബി ചെമ്മണ്ണൂരിനെ പറ്റിയിട്ട്. നല്ലൊരു മനുഷ്യനാണ്. കാരണം ഇദ്ദേഹം ഇറങ്ങിയതുകൊണ്ട് ഈ വീഡിയോ എത്ര റീച്ചായി ജനങ്ങളെ ഏറ്റെടുത്ത് അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് വലിയൊരു നന്ദി പറയാണ്. ഇതുപോലത്തെ ബോബി ചെമ്മണ്ണുമാർ ഇനിയും വരട്ടെ. കാരണം പണം ആവശ്യമുള്ള സാധാരണ മനുഷ്യർ വന്നുകൊണ്ട് സമൂഹത്തിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് മാതൃകയാണ് ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി. അതുകൊണ്ട് എന്താ പറയുക, ഈ അബ്ദുറഹീം എത്രയും പെട്ടെന്ന് ജയിൽ മോചനാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഉമ്മാനെ എടുത്ത് പോയിട്ട് ഉമ്മാനെ കാണാനുള്ള വിധി ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.